വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് റദ്ദാക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുക. നിയമം മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നുവെന്നും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ശ്രമമാണെന്നുമാണ് ഇതിനെ എതിർക്കുന്നവരുടെ വാദം. വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന് ഭേദഗതി അനിവാര്യമാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന 3-അംഗ ബെഞ്ചിനു മുന്നിൽ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്യുന്ന 73 ഹർജികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക. നിലവിലെ ഭേദഗതികളുടെ സാധുതയെ ചോദ്യം ചെയ്യുന്നതാണ് ഭൂരിപക്ഷം ഹർജികളും. കേസിൽ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതുവരെ നിയമത്തിന് ഇടക്കാല സ്റ്റേ വേണമെന്ന ആവശ്യവും ചില ഹർജിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ്, YSRCP, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, നടൻ വിജയുടെ TVK, RJD, JDU തുടങ്ങിയ വിവിധ പാർട്ടികളിൽ നിന്നുള്ള നേതാക്കൾ സമർപ്പിച്ച ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. നിയമം മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുകയും അവരുടെ മതത്തിനായുള്ള മൗലികാവകാശത്തെ ലംഘിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഹർജികളിലെ പ്രധാന ആരോപണം. അതേസമയം നിയമം റദ്ദാക്കരുതെന്നാവശ്യപ്പെട്ട് BJP ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങളും ഹിന്ദുസേന അടക്കമുള്ളവരും ഹർജികളിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹർജികളിൽ സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാരിനും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.